أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فكلا أخذنا بذنبه فمنهم من أرسلنا عليه حاصبا ومنهم من أخذته الصيحة ومنهم ومنهم من خسفنا به الأرض ومنهم من أغرقنا وما كان الله ليظلمهم ولكن كانوا أنفسهم يظلمون. مثل الذين اتخذوا من دون الله أولياء كمثل العنكبوت اتخذت بيتا وإن أوهن البيوت لبيت العنكبوت لو كانوا يعلمون. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, സൂറ അങ്കബൂത്തിൻ്റെ 40-41 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്തത്. കഴിഞ്ഞ ആഴ്ചയിലെ ക്ലാസ്സിൽ 39 വരെയുള്ള ആയത്തുകളെ, അല്ലേ, 36 മുതൽ 39 വരെയുള്ള ആയത്തുകളെ നമ്മൾ വിശദീകരിച്ചു, പാരായണം ചെയ്തു, അതിൻ്റെ വാക്കർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി. അള്ളാഹു സുബ്ഹാനഹു വ തആല ചില കഥകളെ, അല്ലേ, മഹാനായ ഇബ്രാഹിം നബിയുടെയും അതുപോലെ തന്നെ നൂഹ് അലൈഹിസ്സലാമിൻ്റെയും ലോത്ത് അലൈഹിസ്സലാമിൻ്റെയും ശുഐബ് അലൈഹിസ്സലാമിൻ്റെയും ഒക്കെ ചരിത്രങ്ങളെ വളരെ ലഘുവായ രീതിയിൽ പരാമർശിക്കുകയും അവരുടെ ജനതയ്ക്ക് അള്ളാഹു ഒരുക്കി വച്ച ശിക്ഷകളെ സംബന്ധിച്ച് സംസാരിക്കുകയും പിന്നീട്, അല്ലേ, സമൂദ് ഗോത്രത്തിനെ സംബന്ധിച്ചൊക്കെ സംസാരിച്ച് അവർക്ക് കിട്ടിയ ശിക്ഷകളൊക്കെ റബ്ബ് എടുത്തു പറഞ്ഞു. പിന്നീട് ഖാറൂൻ, ഫിർഔൻ, ഹാമാൻ തുടങ്ങിയവരെ, മൂസയുടെ ജനതയിലകപ്പെട്ട അവരെ ഒക്കെ അവർ അഹങ്കരിച്ചതിൻ്റെ പേരിൽ റബ്ബ് തകർത്ത് കളഞ്ഞ സംഭവങ്ങളെ റബ്ബ് അവിടെ പരാമർശിച്ചു. എന്നിട്ട് റബ്ബ് പറയാൻ ഫകുല്ലൻ അഖദ്നാ ബിദംബി, അല്ലേ, ഫകുല്ലൻ അഖദ്നാ ബിദംബി, എല്ലാവരെയും അവരുടെ തിന്മകൾ നിമിത്തം നാം അവരെ പിടികൂടിയെന്നാണ്. അഖദ്ന, നാം അവരെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അവരെ ശിക്ഷകൾ കൊണ്ട് പിടികൂടി. അവർ ചെയ്ത ദമ്പെന്താൻ, കുറ്റങ്ങൾ എന്താൻ? പ്രവാചകന്മാരെ പരിഹസിക്കുക, അള്ളാഹുവിനെ പരിഹസിക്കുക, അള്ളാഹുവിനെ നിഷേധിക്കുക, പ്രവാചകന്മാരെ നിഷേധിക്കുക, അല്ലേ, അവർ കൊണ്ടുവന്ന കാര്യങ്ങളെ നിഷേധിക്കുക ഒക്കെയായപ്പോൾ, അല്ലേ, അള്ളാഹു പല ജനതയെയും അള്ളാഹു ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കി. ഇവിടെ റബ്ബ് എടുത്തു പറഞ്ഞത് ഇതാണ്, ഫമിൻഹും മൻ അർസൽന അലൈഹി ഹാസിബ, അവരുടെ കൂട്ടത്തിൽ നാം ചരൽമഴ വർഷിപ്പിച്ചവർ ഉണ്ട് എന്നാണ്. അർസൽന എന്നാണ് നാം പറഞ്ഞയച്ചു, അല്ലേ, നാം പറഞ്ഞയച്ചു, നിയോഗിച്ചു എന്നൊക്കെ അള്ളാഹ് പറയാറുണ്ട്. അർസൽന, നാം അയച്ചു, അലിഹി, അവരുടെ മേൽ, ഹാസിബ, ഹാസിബ, ചരൽക്കല്ലുകൾ, ചരൽ വർഷം എന്നൊക്കെ പറയില്ലേ, കല്ലുമഴ പെയ്യിപ്പിച്ചു. അതാരാൻ? ലൂത്ത് അലൈഹിസ്സലാമിന്റെ ജനതനെ അള്ളാഹ് നശിപ്പിച്ചത് അങ്ങനെയാണ്. ലാലിയഹ സാഫിലഹ, വേറെ സൂക്തത്തിൽ അള്ളാഹ് പറഞ്ഞു, അല്ലേ, അവരുടെ മേൽ കല്ലുമഴ പെയ്തു എന്ന് മാത്രമല്ല അവരെ തല കീഴായി, ആ നാടിനെ തല കീഴായി റബ്ബ് മറിച്ചു കളഞ്ഞു എന്നാണ്. അതൊക്കെ ഇന്നും ആയാത്തുകളായി, അല്ലേ, ലഅല്ലഹും യഅഖിലൂൻ, ചിന്തിക്കുന്നവർക്ക് ആയത്തുകളായി റബ്ബ് അതിനെ അവശേഷിപ്പിച്ചു എന്നാണ് ഈ സൂറത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്തത്, ഓതിപ്പോയ ആയത്തുകളിലുള്ളത്. ലൂത്ത് അലൈഹിസ്സലാമിന്റെ ജനതയെ പറ്റി റബ്ബ് അവിടെ പറഞ്ഞ പോലെ എടുത്തു പറഞ്ഞത് അതാണ്, വലഖദ് തറക്നാ മിൻഹും ആയതൻ ബയ്യിന ലിഖൗമി യഅഖിലൂൻ. ലൂത്ത് അലൈഹിസ്സലാമിന്റെ ജനതയെ സംബന്ധിച്ച് പറഞ്ഞതാ. റബ്ബ് ശിക്ഷിച്ചു കളഞ്ഞ ഒരു ജനത, വമിൻഹും മൻ അഖദതുഹു സ്വൈഹ, അവരുടെ കൂട്ടത്തിൽ ഘോരമായ ശബ്ദം പിടികൂടിയവരുണ്ട്, അല്ലേ, ഘോരമായ ശബ്ദത്താൽ അള്ളാഹ് നശിപ്പിച്ചവർ. ശുഐബ് നബിയുടെ ജനതയെ അള്ളാഹ് നശിപ്പിച്ചത് അങ്ങനെയാണെന്നാണ് സൂറ ശുഅറയിലൊക്കെ റബ്ബ് അത് പറഞ്ഞു പോകുന്നുണ്ട്. ഒരു ഘോരമായ ശബ്ദത്താൽ റബ്ബ് അവരെ പിടികൂടി, പ്രകമ്പനം, അല്ലേ. റബ്ബ് പറയുന്നു, വമിൻഹും മൻ ഖസഫ്നാ ബിഹിൽ അർദ്, അവരുടെ കൂട്ടത്തിൽ, അവരിൽ ആരുണ്ട്? മൻ ഖസഫ്നാ ബിഹിൽ അർദ്, നാം ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞ ആളുകൾ.
മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്ത് ധനാഢ്യനായിരുന്ന ഖാറൂൻ, വലിയ സമ്പന്നനായിരുന്ന, സമ്പൽ സമൃദ്ധിയിൽ എല്ലാത്തിനെയും നിഷേധിച്ച് കളഞ്ഞ എത്രയോ താക്കോലുകളായിരുന്നു, എത്ര ഒട്ടകങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ ചരക്കുകളെ വഹിച്ചിരുന്നത്. ധനാഢ്യനായ അയാളുടെ വീടിനെ ബിഹി വദാരിഹി അള്ള പ്രയോഗിച്ച വാക്കതാൻ, നാം അവനെ ഭൂമിയിലേക്ക് ആഴ്ത്തി കളഞ്ഞു. ഭൂമിയിലേക്ക് അവന് അവന്റെ വീടിനെയും എന്നാണ് ഭൂമിയിലേക്ക് അത് മണ്ണോട് എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ആഴ്ത്തി കളഞ്ഞു എന്നാണ് അദ്ദേഹത്തെ ഖാറൂനെ സംബന്ധിച്ച് റബ്ബ് പറഞ്ഞത്. ഫഖസഫ്നാ ബിഹി വബിദാരിഹി അൽ അർദ്, ഭൂമിയിലേക്ക് ഇങ്ങനെ താഴ്ത്തി കളഞ്ഞു. ഫമാ കാന ലഹു മിൻ ഫിഅത്തിൻ യൻസുറൂനഹു മിൻ ദൂനില്ലാഹി വമാ കാന മിനൽ മുൻതസിരീൻ. റബ്ബ് പോയ റബ്ബ് നമ്മളെ കൊണ്ട് പാരായണം ചെയ്യിക്കുന്ന ആയത്ത് സൂറത്തുൽ ഖസസിൽ അത് റബ്ബ് പറയുന്നുണ്ട്. ഭൂമിയിലേക്ക് അവനെയും അവന്റെ ഭവനത്തെയും ഭൂമിയിലേക്ക് ആഴ്ത്തി കളഞ്ഞു. എന്തെല്ലാം റബ്ബ് അനുഗ്രഹങ്ങളൊക്കെ അവർ കൊടുത്തതാണ്. പക്ഷെ അനുഗ്രഹങ്ങളൊക്കെ അങ്ങനെ കിട്ടിയപ്പോൾ അതിൻ്റെ കൊടുമുടിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, നന്ദി ചെയ്യുന്നില്ല. ചെയ്യുന്നത് മുഴുവൻ നന്ദികേടാണ്. പഠിച്ച റബ്ബിനെ ധിക്കരിക്കലും പ്രവാചകന്മാരെ പരിഹസിക്കലും അതായിരുന്നു അവരവരുടെ ജീവിതത്തിൽ കൂടെ കൂട്ടിയത്. അതുകൊണ്ട് തന്നെ അള്ളാഹ് അവരെ വെറുതെ വിട്ടില്ല. ഇന്ന് റബ്ബ് പറയുന്നു അല്ലേ, എന്നിട്ട് എന്താ റബ്ബ് സുബ്ഹാനഹു വ തആല അവിടെ രേഖപ്പെടുത്തിയത്? വമിൻഹും മൻ അഗറഖ്ന, അവരിലുണ്ട്, ആ കൂട്ടത്തിൽ റബ്ബ് നശിപ്പിച്ച് കളഞ്ഞ ജനതയിൽ നാം മുക്കിക്കളഞ്ഞവരുമുണ്ട്. മുക്കി നശിപ്പിച്ചവർ. ആരെ മുക്കിക്കൊന്നത്? അല്ലാഹ് നൂഹ് അലൈഹി സ്വലാമിന്റെ ചരിത്രം പറഞ്ഞത് അല്ലേ, മുഴുവൻ മുക്കി. നൂഹ് നബിനെ മാത്രമല്ലല്ലോ, നൂഹ് നബിന്റെ ജനതനെ മാത്രമല്ലല്ലോ, ഫിർഔനിനെ അള്ളാഹ് മുക്കിക്കളഞ്ഞതല്ലേ അല്ലേ. ആർത്തിരമ്പുന്ന സമുദ്രത്തിൽ അല്ലേ മൂസാ അലൈഹി സ്വലാമിന്റെ മുഅ്ജിസത്തിനെ പിന്തുടർന്നു പോയതവരാ. പക്ഷേ അള്ളാന്റെ തീരുമാനം അല്ലെ, അള്ളാഹു മുക്കിക്കളഞ്ഞു എന്നാണ്. തൊണ്ട മുഴുവൻ മൂടി, കണ്ണും ശരീരവും മുഴുവൻ വെള്ളത്തിൽ മൂടിയപ്പോൾ അയാൾ വിളിച്ചു പറഞ്ഞു ആമൻതു ബിറബ്ബി മൂസ വഹാറൂൻ. പക്ഷെ ഫലം ചെയ്തില്ല. അപ്പോൾ മുക്കിക്കളഞ്ഞ രംഗങ്ങൾ അള്ളാഹുവിന്റെ സൂറത്ത് ത്വാഹയിലും മറ്റ് സൂക്തങ്ങളിലൊക്കെ അള്ളാഹ് പറഞ്ഞു പോകുന്നുണ്ട്. ഏതായാലും വമാ കാന അല്ലാഹു ലിയദ്ലിമഹും വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ. ഈ ആയത്തോക്ക് ഈ വരി ശരിക്കും നമ്മൾ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. ഇതൊക്കെ അള്ളാന്റെ ശിക്ഷയാണ്. പക്ഷെ റബ്ബ് പറഞ്ഞതേക്ക് വമാ കാന അല്ലാഹു ലിയദ്ലിമഹും, അള്ളാഹ് ഒരിക്കലും അവരോട് അക്രമം കാട്ടിയിട്ടില്ല, അള്ളാഹ് അവരോട് അനീതി ചെയ്തിട്ടില്ല, അള്ളാഹു അവരോട് ദുൽമ ചെയ്തിട്ടില്ല അല്ലേ. അപ്പം പൊതുവെ ബാഹ്യമായിട്ട് ഒരാൾ ഇതിനെ നോക്കുമ്പോൾ അള്ളാഹ് എങ്ങനെയാണല്ലേ നശിപ്പിച്ച് കളയണത്, എന്താ അള്ളാഹ് അക്രമം കാണിക്കാന്നൊക്കെ തോന്നും. പക്ഷെ റബ്ബിന്റെ അക്രമാണത് അല്ല. അവർ ജീവിതത്തിൽ കാണിച്ച ഏറ്റവും വലിയ അക്രമത്തിന്റെ ശിക്ഷയാണ്, അവർ ചെയ്തതിന്റെ അനന്തരഫലം. എന്താ അവർ ചെയ്ത അക്രമം? ഏറ്റവും വലിയ അക്രമം ഏതാ? ഒരാൾ ചോദിക്കുകയാണ്, ഏറ്റവും വലിയ അക്രമം ഏതാ? പിടിച്ചു പറിക്കല? ഏറ്റവും വലിയ അക്രമം ഏതാ? വ്യഭിചരിച്ച് നടക്കല? ഏറ്റവും വലിയ അക്രമം ഏതാ? ഏറ്റവും വലിയ അക്രമം ഇന്ന ശിർക ലദുൽമുൻ അളീം, അള്ളാഹിൽ പങ്കു ചേർക്കലാണ്. എല്ലാം പടച്ച് എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്ത റബ്ബിനോട് നന്ദി കേട് കാണിക്കലാണ്. അത് ഏറ്റവും വലിയ അക്രമമാണ്. റബ്ബ് എന്തിനാ പഠിച്ചത്? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. പക്ഷെ ഈ ജനത കാട്ടിയത് എന്താ? അവരിലേക്ക് ആ ഒരു ഇബാദത്തിനെ സംബന്ധിച്ച്, അള്ളാഹുലേക്കുള്ള ആരാധനകളെ സംബന്ധിച്ച്, അള്ളാഹുവിന്റെ ഉലൂഹിയത്തിനെ സംബന്ധിച്ച്, റുബൂബിയത്തിനെ സംബന്ധിച്ച്, അള്ളാഹുവിന്റെ ഇസ്മുകളെയും അള്ളാഹുവിന്റെ സിഫത്തുകളെയും സംബന്ധിച്ച് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അതിന് പുറംതിരിഞ്ഞ് നിൽക്കുക, അതിലെ അമ്പിയാക്കളെ പരിഹസിക്കുക, അമ്പിയാക്കളെ കൊന്നുകളയുക, അമ്പിയാക്കളുടെ കുടുംബത്തെ മുഴുവൻ മാനം കെടുത്തുക, എന്തെല്ലാം പ്രവർത്തനങ്ങൾ, അതൊക്കെ അതിക്രമങ്ങൾ അവർ ദുനിയാവിൽ കാട്ടിക്കൂട്ടിയത്. ആ ദുനിയാവിൽ അവർ ചെയ്തു വച്ച പ്രവർത്തനങ്ങൾക്കുള്ള സമ്മാനമാണ് ദുനിയാവിലെ അവരുടെ അനന്തരഫലം. അതുകൊണ്ട് തന്നെ ആഖിറത്തിലും അള്ളാഹു ഒരുക്കി വെച്ചത് ശിക്ഷകളാണ്. മസലുല്ലദീന, അതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല വമാ കാന അല്ലാഹു ലിയദ്ലിമഹും വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ. അള്ളാഹു ഒരിക്കലും അവരോട് ദുൽമ ചെയ്യുന്നില്ല, പക്ഷേ അവർ അവരോട് തന്നെ അക്രമം കാണിച്ചവരാണ്. അൻഫുസഹും യദ്ലിമൂൻ, അവർ അവരോട് തന്നെ, അവരുടെ നഫ്സുകളോട് തന്നെ, ശരീരങ്ങളോട് തന്നെ ദുൽമ കാട്ടിയവരാണ്. അപ്പോൾ ദുൽമ എന്ന് പറഞ്ഞാൽ അവർ ചെയ്ത ധിക്കാരം, അവർ ചെയ്ത നന്ദികേട്, അവർ ചെയ്ത കുഫർ, അതിന്റെ അനന്തരഫലം ബിമാ ഖദ്ദമത് ഐദീഹിം. നമ്മൾ നന്ദി കാട്ടണമെങ്കിൽ അതിന്റെ എല്ലാ പ്രതിഫലവും നമ്മൾ പറ്റൂലേ. അല്ലാഹ് പറഞ്ഞില്ലേ, ഇൻ ശകർതും ലഅസീദന്നകും അല്ലേ, ഇൻ കഫർതും ഇൻ അദാബി ലശദീദ്. അപ്പൊ റബ്ബിന്റെ ശിക്ഷ എന്ന് പറയുന്നത് ഒരിക്കലും വെറുതെ ആളുകളെ റബ്ബ് ശിക്ഷിക്കുന്നവനല്ല. വലൈസ ബിളല്ലാമിൻ ലിൽ അബീദ്,
അള്ളാഹു അവന്റെ അബീദുകളോട് ഒരിക്കലും അക്രമം കാണിക്കുന്നവനല്ല, അനീതി കാണിക്കുന്നവനല്ല. ഒരു തരി ചെയ്യൂല എന്നാണ്, ഒരു തരി അള്ളാഹ് നീതി കാണിക്കൂല എന്നാണ് അല്ലെ. ഒരു അണുമണി തൂക്കം നന്മ ചെയ്താൽ അവന് പ്രതിഫലം കൊടുക്കും എന്ന് റബ്ബ പഠിപ്പിച്ചു. എന്നാൽ ഒരു മണിത്തൂക്കം തിന്മ ചെയ്താലോ അത് ഷർറാണ്. അത് ആ ഷർറിന്റെ ദുരന്തം മനുഷ്യൻ അനുഭവിക്കണം. അത് മനുഷ്യൻ നിഹത്തിലും പരത്തിലും അവൻ അനുഭവിക്കേണ്ടി വരുമെന്നാണ്. അപ്പൊ ആയത്തോക്കില്ലേ, യഷ്കുർ ഫഇന്നമാ യഷ്കുറു ലിനഫ്സി. ആരാണോ നന്ദി ചെയ്യുന്നത്, നന്ദി ചെയ്യുന്നത് അവനോട് തന്നെ. നമ്മൾ നന്മ ചെയ്താൽ, ഒരാൾക്ക് 2 റുപ്യ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാൾക്ക് 1 ദിർഹം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ടത് നമ്മക്കാണ്. നമ്മൾ എത്തിയും കുട്ടികളെ പോറ്റുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ പോറ്റുന്നത് നമ്മളെയാണ്. വിധവകളെ നമ്മൾ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റെടുക്കുന്നത് നമ്മളെ തന്നെയാണ്. കാരണം അതിൻ്റെ അനന്തരം, അതിൻ്റെ എല്ലാവിധ സുഖവും, അതിൻ്റെ എല്ലാവിധ പ്രയോജനവും പ്രതിഫലവും പറ്റുന്നത് നമ്മളാണ്. പടച്ച റബ്ബിന്റെ വജു ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ നീയത്ത് ശരിയാവണം. അപ്പോ അൻഫുസിക്കും, നിങ്ങൾ നന്മ ചെയ്താൽ ആ നന്മ നിങ്ങൾക്ക് ചെയ്യുന്നതാണ്. തിന്മയാണെങ്കിലോ, തിന്മ ചെയ്താൽ ആ തിന്മയുടെ ദുരന്തം അത് നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. അദ്ദേഹത്തിലും പരത്തിലും അനുഭവിക്കേണ്ടി വരുമെന്ന വലിയ ഗൗരവമുള്ള വാക്കല്ല അത്. അവര് അള്ളാഹു ഒരിക്കലും അവരോട് ദുൽമ കാട്ടിയിട്ടില്ല, പക്ഷെ അവരോട് തന്നെ ദുൽമ കാണിക്കുന്നവരായിരുന്നു. റബ്ബ് പറയും, മസലുല്ലദീന ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയാ കമസലിൽ അൻകബൂതി ഇത്തഖദത് ബൈത മസലുല്ലദീന ഇത്തഖദൂ മിൻ ദൂനില്ലാഹ്. അള്ളാഹ്ക്ക് പുറമെ ഔലിയാക്കളെ സ്വീകരിച്ചവർ. ഔലിയാ എന്താ? ഔലിയാ വലിയകൾ. അള്ളാഹ്ക്ക് പുറമെ ഔലിയാക്കളെ സ്വീകരിച്ച ആളുകൾ, അവരുടെ ഉദാഹരണം അറബ് പറഞ്ഞു. ആ ഔലിയാക്കൾ എന്ന് പറഞ്ഞാല് ലോകത്ത് തങ്ങളെ സംരക്ഷിക്കുന്ന, തങ്ങൾക്ക് തങ്ങളുടെ രക്ഷാ അധികാരികളായി അവർ സ്വീകരിക്കുന്ന, അത് ചിലപ്പോൾ മലക്കുകളാവാം, ചിലപ്പോൾ ജിന്നാളാവാം, ചിലപ്പോൾ ചൈത്താനാവാം, അല്ലെ, ചിലപ്പോൾ ആരാവാം മൺമറഞ്ഞു പോയ മഹത്തുക്കളാവാം, വ്യക്തികൾ. ചിലപ്പോൾ വ്യക്തികളാവൂല, ചിലപ്പോൾ പല വസ്തുക്കളാവാം, നൂലാവാം, കല്ലാവാം, അല്ലെ, ഏലസാവാം, ചിലപ്പോൾ മരക്കുറ്റിയാവാം. നമ്മളെ ഇന്ത്യൻ്റെ അവസ്ഥ നോക്കിങ്ങള്, ഇന്ത്യയിലെ എത്ര മതങ്ങളാണ്. അതന്നെ ഹിന്ദു മതത്തിനെ പറ്റി 33 കോടി ദൈവങ്ങളാണ് എന്നാണ്. എല്ലാ പിശാചുക്കളി, എല്ലാ എന്താ പറയില്ലേ, പെരിച്ചായിനെ വരെ ആരാധിക്കുന്നവർ. എന്തിനേറെ മനുഷ്യന്റെ ഒരു പുരുഷന്റെ ഗോപ്യമായ അവയവത്തെ വരെ പൂജിക്കുന്ന ആളുകൾ. ഇസ്ലാം എത്ര സുന്ദരമാണ്, ഇസ്ലാം എത്ര തൊഹൂറാണ്, എത്ര പരിശുദ്ധി നിറഞ്ഞതാണ് നമ്മൾ ഇസ്ലാം, അല്ലേ. അള്ളാഹു മുത്തഹിരീങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഇതൊന്നും അല്ലേ, അതൊക്കെ അത്രക്കും വൃത്തികെട്ടവന്മാരാണ് അങ്ങനെയുള്ള ആളുകൾ. റബ്ബ് പറയണേ, അങ്ങനെ അള്ളാഹ്ക്ക് പുറമെ ഇവര് ഔലിയാക്കളായി എന്തിനൊക്കെ സ്വീകരിച്ചു, വ്യക്തികളാവട്ടെ വസ്തുക്കളാവട്ടെ, എന്തിനൊക്കെ സ്വീകരിച്ചുവോ അതിന്റെ ഉപമ എന്തിനോടാ റബ്ബ് ഉപമിച്ചത്? റബ്ബിന്റെ ഉപമ നോക്കണം. റബ്ബിന്റെ ചില മോഡല് റബ്ബ് ഇങ്ങനെ പറയണം. കമസലിൽ അങ്കബൂത്ത്, അങ്കബൂത്തിനെ പോലെ. എന്താ അങ്കബൂത്ത്? ചിലന്തികളെ പോലെയാണ്. ചിലന്തി അല്ലെ, നമ്മളറിയില്ലേ എന്താ ചിലന്തിക്കാരെ? എട്ടുകാലിയെ പോലെ. എന്താ എട്ടുകാലി? ഇത്തഖദത് ബൈത. അതിന്റെ ഒരു ഉദാഹരണം റബ്ബ് പറഞ്ഞ, അത് ഒരു വീടുണ്ടാക്കിയ എട്ടുകാലിയെ പോലെ. ശരിക്കും എന്തിനാ നമ്മൾ വീട്? സമാധാനത്തിൽ കഴിയാൻ, ആശ്വസിക്കാനൊക്കെ വേണ്ടിയാണ് നമ്മൾ വീടിനെ ഉപയോഗിക്കാറുള്ളത്, അല്ലെ. കാറ്റ് വന്നാലും മഴ വന്നാലും അതുപോലെ തന്നെ വെയിൽ വന്നാലും നമുക്ക് താങ്ങും തണലും ആശ്വാസവും സമാധാനവുമാണ് മസ്കൻ, നമ്മുടെ വീടുകൾ, ഭവനങ്ങൾ. രാത്രി കിടന്നുറങ്ങാനുള്ള ബൈത്തുകൾ, അല്ലെ, ബുയൂത്ത്. ബാത്ത യബീതു, ബൈത്ത്, രാത്രി കഴിച്ചു കൂട്ടുക വാക്കാണ്. എട്ടുകാലിന്റെ വീടിന് എന്തും ഗുണമുണ്ടാ നോക്കി? അതിങ്ങനെ സഞ്ചരിക്കും. പക്ഷെ അതിന്റെ വീടിനെ കൊണ്ട് ഏതെങ്കിലും ഒരു മഴയെ തടുക്കാൻ, അല്ലെ, മഴയിൽ നിന്ന് തടുക്കുന്നതായിരുന്നോ എട്ടുകാലിന്റെ വീട്? അല്ല. ഒരു കാറ്റടിച്ചാൽ പാറിപ്പോ. ഒരു കാറ്റിനെയോ വെയിലിനെയോ മഴയെയോ ഒന്നിനെയും പ്രതിരോധിക്കാൻ കഴിയാത്ത ദുർബലത നിറഞ്ഞ ഭവനം. റബ്ബ് പറയുന്നു, ഏറ്റവും ദുർബലമായ ഭവനം എന്ന് പറയുന്നത് അത് എട്ടുകാലികളുടെ, ചിലന്തികളുടെ ഭവനങ്ങളാണ്. ചിലന്തികളുടെ ഭവനമാണ്. അഥവാ ഒരു സമാധാനം ഉണ്ടാവില്ല, സുരക്ഷിതത്വമില്ല. അതുപോലെയാണ് ആര്? അള്ളാഹുവിന് പുറമെ രക്ഷാധികാരികളെ സ്വീകരിച്ചവന്റെ അവസ്ഥ. മസലുല്ലദീന ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയാ. ഔലിയാക്കളെ സ്വീകരിച്ചാലുള്ള അവസ്ഥ. ഔലിയാക്കൾക്ക് അള്ളാഹ് കറാമത്ത് കൊടുത്തിട്ടുണ്ടാവും. നല്ലവരാണെങ്കിൽ നല്ലവർക്ക് ജീവിച്ചിട്ടുണ്ടെങ്കിൽ. അവർ മരിച്ചു, അവർ മൺമറഞ്ഞു പോയാൽ അവർക്ക് അവരുടേതായ ജീവിതത്തിൻ്റെ ഉണ്ടാവും.
പക്ഷേ മരിച്ചു മൺമറഞ്ഞു പോയ മഹത്തുക്കളെ വിളിച്ചു തേടുന്നവർ, മരിച്ചു മൺമറഞ്ഞു പോയ മഹത്തുക്കളോട് ദുആ ചെയ്യുന്നവർ, അല്ലേ, അവരെ ബർക്കത്ത് ഇന്നും തേടിക്കൊണ്ടിരിക്കുന്നവർ, ഇതിലൊരു തെളിവില്ലല്ലോ, അള്ളാഹ് പറഞ്ഞു തന്നിട്ടില്ലല്ലോ, അല്ലേ. അത് ഇനിയിപ്പോൾ ഏത് മതസ്ഥരെ നോക്കിയാലും, ഇനി കുരിശാവട്ടെ, അല്ലെ, എന്ത് കുന്തമാവട്ടെ, അള്ളാഹുവിന് പുറമെ ഔലിയാക്കളായി ആരൊക്കെ സ്വീകരിച്ചാലും അവന്റെ ഉപമ എട്ടുകാലികളെ പോലെയാണ്. ഒരു വീട് സ്വീകരിച്ച് ഒരു വീട് വച്ച എട്ടുകാലിയെ പോലെ. ലൗഖാനു യഅലമൂൻ, അവരറിഞ്ഞിരുന്നെങ്കിൽ, ലൗഖാനു യഅലമൂൻ, അവരറിഞ്ഞിരുന്നെങ്കിൽ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അവിടെ അടുത്ത് പറയാം. റബ്ബിന്റെ ഉദാഹരണം വല്ലാത്ത ഉദാഹരണമാണ്. മുശ്രിക്കീങ്ങളെ പറ്റിയാണ് റബ്ബ് പറയുന്നത്, അല്ലേ. അള്ളാഹുവിന് പുറമെ ഒരുപാട് ബിംബങ്ങളെ സ്വീകരിച്ച മക്കയിലെ മുശ്രിക്കീങ്ങളെ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കാനാണ്. ലാത്തയും ഉസയും മനാത്തയും ഒക്കെ അവരുടെ വിഗ്രഹങ്ങളൊക്കെ സ്വീകരിച്ചു. എന്തിനാണ്? അവര് ഇവർക്ക് തിന്നാൻ തരും, അവര് നമ്മളെ സഹായിക്കും. ഹൗലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്, അള്ളാന്റെ അരികിൽ ഇവര് നമുക്ക് ശുപാർശകരാണ്, അല്ലേ. അവര് നമുക്ക് ഉപജീവന മാർഗങ്ങൾ തരും. കഠിന പ്രയാസങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ അവർ തങ്ങൾക്ക് താങ്ങും തണലുമാകുമെന്ന് വിശ്വസിക്കുന്നവരാണ്. പക്ഷെ ഒരിക്കലും അവരെ സഹായിക്കാനോ അവർക്ക് സുരക്ഷിതത്വം നൽകാനോ ആ മൺമറഞ്ഞു പോയ മഹത്തുക്കൾക്ക് കഴിയൂല. ഇനി അവരുണ്ടാക്കിയ വിഗ്രഹങ്ങൾക്കോ കല്ലുകൾക്കോ മരക്കഷ്ണങ്ങൾക്കോ സാധിക്കുകയില്ല. ഇതുപോലെ എട്ടുകാലികൾക്ക് അതിന്റെ ഭവനങ്ങൾ, അതിന്റെ വീട് സുരക്ഷിതത്വം നൽകാത്തതുപോലെ, സമാധാനം നൽകാത്തതുപോലെ ഏറ്റവും ദുർബലമായ ഭവനമാണ് എന്ന് റബ്ബ് രേഖപ്പെടുത്തിയത് അതാണ്. പ്രിയപ്പെട്ടവരെ, റബ്ബിന്റെ ഉദാഹരണത്തിന്റെ ഒരു ശക്തിയൊക്കെ ഇല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുകളിൽ നമ്മളെ കത്തിരക്ഷിക്കുമാറാവട്ടെ. അവർക്ക് റബ്ബ് ഒരുക്കി വെക്കുന്ന ശിക്ഷ വല്ലാത്ത ശിക്ഷയുമാണെന്നല്ലേ. ഇങ്ങനത്തെ പല ഉദാഹരണങ്ങൾ റബ്ബ് പഠിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ എന്ത് ചെയ്യുന്നു, നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് കാണാം. ചില സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ ചില ഉദാഹരണങ്ങൾ കൊടുക്കാറുണ്ട്, അല്ലേ. പല ഉദാഹരണം അഖൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസൽ, മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു അവർക്ക് പറഞ്ഞതാണ്, നബിയിൽ നിന്ന് 1000-ഓളം ഉദാഹരണങ്ങളെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ. അഥവാ ചില സന്ദർഭങ്ങളിൽ ചിലതിനെ ബോധ്യപ്പെടുത്താൻ ഉദാഹരണങ്ങളിലൂടെ റബ്ബ് കാര്യങ്ങൾ വിശദീകരിക്കും, അതിന്റെ ഗൗരവം മനസ്സിലാവാൻ. വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസ് വമാ യഅഖിലുഹാ ഇല്ലൽ ആലിമൂൻ. പക്ഷേ ഈ റബ്ബിന്റെ ഉദാഹരണങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അല്ലാഹ് ഈ ഉദാഹരിക്കുന്ന റബ്ബിന്റെ ഉദാഹരണങ്ങൾ, മനുഷ്യർക്ക് നൽകുന്ന ഉദാഹരണങ്ങൾ, വമാ യഅഖിലുഹാ ഇല്ലൽ ആലിമൂൻ, അറിവുള്ള ആളുകളെ, ചിന്തിക്കുന്ന ആളുകളെ, ബുദ്ധി കൊടുത്തുള്ള ആളുകൾക്ക് മാത്രമേയാണ് അതിനെ മനസ്സിലാവുകയുള്ളൂ, അതിനവർ മനസ്സിരുത്തി പഠിക്കുകയുള്ളൂ എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ രേഖപ്പെടുത്തിയത്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ. റബ്ബിന്റെ ഖുർആൻ ഇനിയും രാവും പകലും പാരായണം ചെയ്യുന്ന മുഅ്മിനീങ്ങളിൽ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ഭാഗങ്ങൾ അടുത്ത ആഴ്ചയുടെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. അങ്കബൂത്ത് എന്ന പേര് വരാനുള്ള കാരണം ഈ ഒരു ആയത്തായിരുന്നു എന്നുകൂടി നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. റബ്ബ് നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ, അല്ലേ. നമ്മുടെ ദുആകളെ റബ്ബ് സ്വീകരിക്കട്ടെ. ഏറ്റവും നല്ല മുവഹിദീങ്ങളിൽ, മുത്തഖീങ്ങളിൽ റബ്ബ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു എല്ലാ നന്മകളും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഇണകളിലും മക്കളിലും അള്ളാഹു കൺകുളിമ പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ തൊഴിൽ അള്ളാഹു എളുപ്പാക്കി തരട്ടെ. നമ്മുടെ ഉപജീവന മാർഗ്ഗങ്ങൾ അള്ളാഹു വിശാലമാക്കി തരട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. റബ്ബന അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. اللهم انصرنا على أعداء المسلمين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. جزاكم الله خيرا. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.